ഇന്നത്തെ വീഡിയോ +2 ഫിസിക്സ് ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പാർട്ട് 3ലേക്കാണ്. പാർട്ട് 2ലായിരുന്നു എ സി സർക്യൂട്ട് റെസിസ്റ്റർ ഉള്ളത്. ഇത് പാർട്ട് 3ൽ എ സി സർക്യൂട്ട് ഇൻഡക്ടറാണ്. ഇതിൻ്റെ ഡെറിവേഷൻ I = I0 sin ωt minus π/2. ആദ്യം ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടർ ഓൺലി, ഒരു കോയിൽ എ സി കണക്ട് ചെയ്തിട്ടുണ്ട്. I എന്ന് പറയുന്ന കണ്ടക്ടർ, L എന്ന് പറയുന്നത് ഇൻഡക്ടറാണ്. എ സി നേരത്തെ പോലെ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് E = E0 sin ωt. ആ സമയത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് LdI/dt ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് E എന്ന് കൊടുക്കാം. അപ്പോൾ E = LdI/dt. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1, സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം രണ്ട് ഇക്വേഷൻസ് ഒന്നും ഫ്രം 1 and 2 രണ്ടിൻ്റെ LHS സെയിം ആണ്. അതുകൊണ്ട് LdI/dt = E0 sin ωt എന്ന് വരും. അത് ക്രോസ് ചെയ്താൽ LdI = E0 sin ωt into dt. dI = E0 sin ωt. ആ ലെഫ്റ്റിലുള്ള L റൈറ്റിൽ വരുമ്പോൾ താഴത്തേക്ക് വരും L. ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. അപ്പോൾ ഇൻ്റഗ്രൽ dI = E0 sin ωt dt/L എന്ന് വരും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിലെ കോൺസ്റ്റൻസ് പുറത്ത് നിർത്തണം. അപ്പോൾ ഇൻ്റഗ്രൽ dI എന്ന് പറയുന്നത് I ആണ്. അവിടെ കോൺസ്റ്റൻറ്റ് E0 കോൺസ്റ്റൻ്റ് ആണ്, നോ ചേഞ്ച്. ഇൻഡക്റ്റൻസിന് മാറ്റമില്ല. ബാക്കി ഇൻ്റഗ്രൽ sin ωt dt എന്ന് വരും. ഈ ഇൻ്റഗ്രൽ സൈൻ തീറ്റ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ sin x dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് കോസ് x ആണ്. അപ്പോൾ ഇവിടെ E0/L അത് മൈനസ് കോസ് ωt, പിന്നെ ωtയുടെ ഡിഫറൻഷ്യൽ ഒമേഗ അത് ഡിനോമിനേറ്ററിൽ വരും. അതേ സമയത്ത് കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 - തീറ്റ ആണ്. നമുക്കിത് തിരിച്ചെഴുതിയാൽ സൈൻ 90 - തീറ്റ എന്നത് കോസ് തീറ്റ ആയിരിക്കും. അവിടെ ഒരു നെഗറ്റീവ് എടുത്താൽ നെഗറ്റീവ് തീറ്റ -90 എന്ന് വരും. റൈറ്റ് സൈഡ് കോസ് തീറ്റ അങ്ങനെ തന്നെ. ഇത് പക്ഷേ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ തീറ്റ എന്ന് വരും. സോ നെഗറ്റീവ് സൈൻ തീറ്റ -90 = കോസ് തീറ്റ എന്നായി. അപ്പോൾ സൈൻ തീറ്റ -90 = മൈനസ് കോസ് തീറ്റ വന്നു. ഈ മൈനസ് കോസ് തീറ്റയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ E0/L താഴത്ത് ഒമേഗ, ആ മൈനസ് കോസ് ωtനെ സൈൻ ωt -90°. ഇവിടെ E0/L ഒമേഗയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന് I0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I എന്നുള്ളത് I0 സൈൻ ωt മൈനസ് ആ 90°ക്ക് പകരം π/2 എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് എഴുതുമ്പോൾ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. ബാക്കിയുള്ള സെൻറ്റൻസൊക്കെ ഞാനിത് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ എ സി സർക്യൂട്ടിൽ ഇൻഡക്ടർ ഫിഗർ വരയ്ക്കണം.
റൈറ്റ് സൈഡിൽ ഫിഗർ വരയ്ക്കുമ്പോൾ ഇൻഡക്ടർ മാത്രം എ സിൻ്റെ സിഗ്നൽ കറണ്ടിൻ്റെ ഒരു നൊട്ടേഷൻ കൺസിഡർ എൻ എ സി സർക്യൂട്ട് വിത്ത് എൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് എൽ. ഇൻഡക്റ്റൻസ് എൽ ഉള്ള ഒരു എ സി സർക്യൂട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇ എന്നുള്ളത് E0 sin omega t നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്ത ഫോർമുല ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അതേസമയത്ത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് LdI/dt ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്താൽ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും LHS സെയിം ആണ്, അതുകൊണ്ട് RHS സെയിം ആയിരിക്കണം. സോ LdI/dt E0 sin omega t എന്ന് വരും. ഇത് ആ dt ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ LdI E0 sin omega t എന്ന്. ആ എല്ലിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ എൽ. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രൽ DI ഇൻ്റഗ്രൽ E0 sin omega t dt ബൈ എൽ. സ്വാഭാവികമായിട്ടും ഇൻ്റഗ്രൽ DI എന്ന് പറയുന്നത് I ആണ്. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തിടണം. അപ്പോൾ E0 ബൈ എൽ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി. നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ സൈൻ 2x എന്ന് പറയുമ്പോൾ മൈനസ് കോസ് 2x. ആ 2xൻ്റെ ഡിഫറൻഷ്യൽ 2 താഴത്ത് എഴുതണം. ഇവിടെ 3x ആണെങ്കിൽ ബൈ 3 എന്ന് വരും, ആ ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് വരും. ഇനി മൈനസ് കോസ് ഒമേഗ ടിക്ക് മാറ്റണം, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റയാണ്. അതിങ്ങനെ ഒന്ന് എഴുതിയാൽ സൈൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ വരും. ഇതിലൊരു നെഗറ്റീവ് എടുത്താൽ നെഗറ്റീവ് തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ഇതിപ്പോൾ സൈൻ മൈനസ് തീറ്റയുടെ ഫോമായി. സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ വരും. ആ നെഗറ്റീവ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കോസ് തീറ്റ എന്നായി. അപ്പോൾ നെഗറ്റീവ് കോസ് തീറ്റേനെ സൈൻ തീറ്റ മൈനസ് 90 എഴുതാമെങ്കിൽ നെഗറ്റീവ് കോസ് ഒമേഗ ടീനെ സൈൻ ഒമേഗ ടി മൈനസ് 90 അല്ലെങ്കിൽ π/2 എന്ന് എഴുതാം. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് E0 ബൈ എൽ ഒമേഗയ്ക്ക് നമ്മൾ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതിനാണ് I0 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് വരും. ഇതാണ് ഡെറിവേഷൻ. ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. ഫിഗർ വരയ്ക്കുന്നു, നമ്മൾ ഫിഗർ എക്സ്പ്ലനേഷൻ ചെയ്യുന്നു, ഈ വക കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ഓൺ ചെയ്യുന്നു. ഇനി അതിൽ നിന്ന് രണ്ട് റിസൾട്ട് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അത് നമുക്ക് ഞാൻ നോട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ആ I0നെ E0 ബൈ എൽ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ഒമേഗയ്ക്ക് ഒരു പേരുണ്ട്. എൽ ഒമേഗയ്ക്കാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് XL ആണ്. അപ്പോൾ XL ഈസ് ഈക്വൽ ടു എൽ ഒമേഗ എന്ന് വരും. ഇത് ചെറിയ പ്രോബ്ലത്തിലൊക്കെ വരും. എല്ലിൻ്റെ വാല്യൂ തരും, XLൻ്റെ വാല്യൂ തരുന്ന് ഒമേഗ കണ്ടുപിടിക്കാനൊക്കെ പറയും. അത് പ്രോബ്ലമായിട്ടും വരാം പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതിന്നൊരു റിസൾട്ടും കൂടി ഉണ്ട്. ആൾസോ ഈ നമ്മൾ തുടക്കം എപ്പോഴും ഇയിൽ നിന്നാണ്. E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അവസാനിച്ചത് ഐയിലാണ്. I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. അപ്പോൾ ഒരു 90 ഡിഗ്രി അവിടെ കുറവ് വരുന്നുണ്ട്. അതായത് കറണ്ട് ലാഗ്സ് EMF ബൈ π/2. കറണ്ട് EMFിനെക്കാളും ഒരു 90 ഡിഗ്രി പിന്നിലാണ്. അപ്പോൾ ഇത് ഇൻഡക്ടറിൽ ഇങ്ങനെയാണ്, ഇനി കപ്പാസിറ്ററിൽ വേറെ രീതിയിലാണ്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ഈ രണ്ട് നോട്ട്സ് എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഒരു കാര്യവും കറണ്ടും EMF തമ്മിലുള്ള റിലേഷനും ഇതും കൂടി ഇത്രയാണെങ്കിൽ ഈ ഭാഗം പൂർത്തിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഡെറിവേഷൻ അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.